ഹലോ, VBY ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ SMD, അതായത് സർഫസ് മൗണ്ട് ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ 9ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സോൾഡറിങ് വർക്ക് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, പ്രിക്വേഷൻസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. അതിൻ്റെ പാക്കേജസ് ഒക്കെ സംസാരിച്ചു. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ്, SMD കമ്പോണൻസ് സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഫസ്റ്റ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ഫോർ SMD സോൾഡറിങ്ങിന് ആവശ്യമായ ടൂൾസ് അതുപോലെ എക്യുപ്മെൻറ്റ്സും. അതിൽ ഫസ്റ്റ് ഫിഗറാണ് ഹോട്ട് എയർ സ്റ്റേഷൻ ബ്ലോവർ. ആ പേരിൽ തന്നെ പറയുന്നത് ഹോട്ട് എയർ, അതായത് നല്ല ഹോട്ട് എയറിനെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. ആ പിക്ചർ രണ്ടും കാണിച്ചിരിക്കുന്നത് ഒരു സോൾഡറിങ് സ്റ്റേഷൻ്റെ പിക്ചറാണ്. ഇത് നമുക്ക് കാണാൻ കഴിയും എന്താണ്, ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, ഇതാണ് ഹോട്ട് എയർ ഗൺ എന്ന് പറയുന്നത്. രണ്ട് ഫിഗറുണ്ട് ഹോട്ട് എയർ ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് എയർ സ്റ്റേഷൻ സോൾഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഹോട്ട് എയർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗൺ ഉണ്ടായിരിക്കും. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾഡർ ആൻഡ് ഡീസോൾഡർ ദ ഫൈൻ ആൻഡ് നാരോ ടെർമിനൽസ് ഓഫ് SMD components by setting the suitable temperature and air pressure of hot air blower as per the pad size of the PCB and package size of SMD component. അപ്പോൾ ഇവിടെ ഹോട്ട് എയർ സ്റ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, SMD കമ്പോണൻസ് വളരെ ചെറുതാണ്. നമ്മളിതിന് മുമ്പൊക്കെ പഠിച്ചു, വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ടെർമിനൽസ് എന്തായിരിക്കും, അതിലും ചെറുതായിരിക്കും. അപ്പോൾ ഈ ചെറിയ ടെർമിനൽസിനെ നമുക്ക് സോൾഡർ ചെയ്യാനും ഡീസോൾഡർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കുന്നത്, ഹോട്ട് എയർ സ്റ്റേഷൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോട്ട് എയർ സോൾഡറിങ് സ്റ്റേഷനിൽ നമുക്ക് അവിടെ ടെമ്പറേച്ചറും അതുപോലെ ഹോട്ട് എയറും കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഫിഗറിൽ അതിൽ രണ്ട് നോബ്സ് ഉണ്ടായിരിക്കും. ഒന്ന് ഹോട്ട് എയർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും. അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റ് പാക്കേജ്, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കമ്പോണൻറ്റ്, സെറാമിക് എന്ന് പറയുന്ന എല്ലാം. അപ്പോൾ ആ കമ്പോണൻറ്റ് പാക്കേജിനനുസരിച്ചും അതുപോലെ തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന PCB പാഡിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉണ്ടാകുന്ന ഹോട്ട് എയറിനെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇനി വർക്കിംഗ് ഓഫ് SMD റീവർക്ക് സ്റ്റേഷൻ. എങ്ങനെയാണ് ഒരു SMD റീവർക്ക് സ്റ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? റീവർക്ക് സ്റ്റേഷൻ ഈസ് ആൻ ആൻറ്റിസ്റ്റാറ്റിക് സോൾഡറിങ് സ്റ്റേഷൻ വിത്ത് സോൾഡറിങ് അയൺ ആൻഡ് ഹോട്ട് എയർ ഗൺ. ഒരു SMD റീവർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹോട്ട് എയർ ഗണ്ണും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഒരു സോൾഡറിങ് അയണും ഉണ്ടായിരിക്കും. റീവർക്ക് സ്റ്റേഷൻ റെക്കമെൻഡ് ചെയ്ത് തെർമൽ സെൻസിറ്റീവ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ലൈക്ക് QFP, PLCC, SOP എക്സെട്ര. അതായത് തെർമൽ സെൻസിറ്റീവ് ആണ്. എയർ കംപ്രഷർ ഈസ് ലൊക്കേറ്റഡ് ഇൻ സൈഡ് ദി സ്റ്റേഷൻ. എന്താണ്, അതിലൊരു എയർ കംപ്രഷർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദി സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് ദി SMD കമ്പോണൻസ്. ഇത് SMD കമ്പോണൻസിൻ്റെ സോൾഡറിങ്ങിനും ഡീസോൾഡറിങ്ങിനും ഹെൽപ്പ് ചെയ്യും. SMD റീവർക്ക് സിസ്റ്റം വിത്ത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. SMD റീവർക്ക് സ്റ്റേഷൻ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, അത് തന്നിരിക്കുന്നത് ഇത് ഡിജിറ്റലായിട്ട് കാണിക്കുക. പ്രൊഫൈൽസ് ആൻഡ് ഡിജിറ്റൽ ഡിസ്പ്ലേ. എന്താണ് ഡിജിറ്റൽ ഡിസ്പ്ലേ, എത്രയാണ് അതിൽ ഹോട്ട് എയറിൻ്റെ അളവ് എത്രയാണ്, അതുപോലെ തന്നെ എന്താണ് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇത് ഹോട്ട് എയർ ഗണ്ണാണ്. അപ്പം ഈ ഹോട്ട് എയർ ഗണ്ണിൻ്റെ ടിപ്സാണ് കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള ടിപ്സാണ്, ഒരുപാട് ടൈപ്പ് ടിപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ഹോട്ട് എയർ ടിപ്പ്, അതിൻ്റെ ഷേപ്പും ടൈപ്പിലുള്ളത് വരുന്നുണ്ട്, വേറെ സോൾഡറിങ് ടിപ്സും വരുന്നുണ്ട്. സോൾഡറിങ്ങിൻ്റെ ടിപ്പും വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഹോട്ട് എയർ ഗണ്ണിൻ്റെ, ഇത് ഈ മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഹോട്ട് എയർ ഗണ്ണിൻ്റെ ടിപ്സാണ്. മറ്റേതാണ് സോൾഡറിങ് ടിപ്പാണ്. ദ hot air pencil has many advantages of the traditional soldering iron.
സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോൾഡറിങ് അയണിനേക്കാളും ഒരുപാട് അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്, ഹോട്ട് എയർ പെൻസിലുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ദ ഹോട്ട് എയർ പെൻസിൽ ഈസ് കംപ്ലീറ്റ്ലി നോൺ ഇൻവസീവ്, പ്രൊവൈഡിങ് precision, pinpointed, non-contact, low velocity hot air directly to the individual components. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോട്ട് എയർ പെൻസിൽ എന്താണ്, നോൺ ഇൻവാസീവ് ആണ്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് പ്രെസിഷൻ, പിൻ പോയിൻറ്റഡ്, അതായത് വളരെ പിൻ പോയിൻറ്റഡ് ഉണ്ടായിരിക്കും. നോൺ കോണ്ടാക്ട്, ലോ വെലോസിറ്റി ഹോട്ട് എയർ, അതായത് വെലോസിറ്റി കുറഞ്ഞ ഹോട്ട് എയറോടെ ഉപയോഗിക്കാം. ഓരോ കമ്പോണൻറ്റ് ലീഡ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഓപ്ഷൻ എന്ന് പറയുന്നത് 5 ഡിസ്റ്റിങ്ക്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ എയർ ടിപ്സ് സ്റ്റൈൽസ് ആർ അവൈലബിൾ ഫോർ ഓൾ SMD. എല്ലാ SMDയുടെ കൂടെ എന്തായിരിക്കും 5 തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ എയർ ടിപ്പ് അവൈലബിൾ. ഇത് തന്നിരിക്കുന്ന സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ളത്, ഒന്ന് പോപ്പുലർ ഓവൽ ഷേപ്പ്, 2 ഫാൻ ഷേപ്പ്, റൗണ്ട്, ആംഗിൾഡ്, ഫൈൻ, ജെറ്റ്. ഇങ്ങനെ വരുന്ന 5 തരത്തിലുള്ളതാണ് സാധാരണ വരുന്ന ഒരു സ്റ്റീൽ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നതാണ്, നമുക്കറിയാം സോൾഡറിങ് സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ വേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്താണ്, ട്വീസേഴ്സ് വേണം വർക്ക് ചെയ്യാൻ. കാരണം വളരെ ചെറിയ കമ്പോണൻ്റ് ആണ്, നമുക്ക് കൈകൾ കൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഒരു ട്വീസർ മസ്റ്റാണ്. അപ്പോൾ ഹീറ്റഡ് ട്വീസേഴ്സ് ഹാവ് മോർ ടാർജറ്റഡ് ഹീറ്റ് ട്രാൻസ്ഫർ ദാൻ ദ ഹോട്ട് എയർ റീവർക്ക് സ്റ്റേഷൻസ്. ഇവിടെ ഹീറ്റഡ് ട്വീസർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. They provide a fast and efficient method to solder and desolder SMDs such as chip resistors, chip capacitors, source flat packs and deep ICs. അപ്പോൾ ഇതെന്താണ്, ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡ്, സോൾഡറിങ്ങിനും ഡീസോൾഡറിങ്ങിനും ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഇതിൽ നമുക്ക് ഹീറ്റഡ് ട്യൂസേഴ്സിൽ, അതായത് നമ്മൾ ചിപ്പ് റെസിസ്റ്റേഴ്സ്, ചിപ്പ് കപ്പാസിറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. നെക്സ്റ്റ് സോൾഡർ സക്കേഴ്സ്, ഡീസോൾഡിങ് പമ്പ്സ്. സോൾഡർ സക്ക് അല്ലെങ്കിൽ ഡീസോൾഡിങ് പമ്പ് എന്നാണ്, നമുക്കറിയാം ഡീസോൾഡിങ് പമ്പ് എന്താണെന്നുള്ളത്. ഡീസോൾഡിങ് പമ്പ് എന്ന് പറഞ്ഞാൽ സോൾഡർ ചെയ്ത പോർഷനിൽ നിന്ന് സോൾഡറിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡീസോൾഡിങ് പമ്പ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഡീസോൾഡിങ് പമ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന SMD കമ്പോണൻസിന് ഉപയോഗിക്കുന്നത് അതെല്ലാം ESD പ്രൊട്ടക്ഷൻ ഉള്ളതായിരിക്കും. A desoldering pump or more generically referred to as a solder socket. ഡിസോൾഡിങ് പമ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതായിട്ട് പറയുന്നത് എന്താണ്, സോൾഡർ സക്കറ്റ്, അതായത് സോൾഡറിനെ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസ് എ ടൂൾ ദാറ്റ് വാക്യൂംസ് മോൾട്ടൻ സോൾഡർ ഫ്രം സർക്യൂട്ട് ബോർഡ് അസംബ്ലീസ് ഡ്യൂറിങ് സർക്യൂട്ട് റിപ്പയർസ് ഓർ കമ്പോണൻറ്റ് റിമൂവൽ. കമ്പോണൻറ്റ് റിമൂവലിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സർക്യൂട്ട് റിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്യുന്ന മോൾട്ടൻ സോൾഡറിനെ സക്ക് ചെയ്തെടുക്കുക, അതായത് വാക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വലിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് സോൾഡർ സക്കേഴ്സ്, സോൾഡറിങ് പമ്പ്സ് ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു ഡിസോൾഡിങ് പമ്പിൻ്റെ ഉപയോഗം തന്നെ ഇവിടെ എന്തെങ്കിലും കൂടി ഒക്കെ ESD പ്രൊട്ടക്റ്റഡ് ഡിവൈസസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് മോണോക്കിൾ മാഗ്നിഫയർ ഇല്ലുമിനേറ്റഡ്. നമുക്കറിയാം നമ്മൾ ഓരോ ഇതിലും പറയുന്നതാണ് കമ്പോണൻറ്റിൻ്റെ സൈസിനെ കുറിച്ച്. അപ്പോൾ കമ്പോണൻറ്റ് സൈസ് കുറഞ്ഞ കാരണം അവിടെ നമുക്ക് എന്ത് വേണം, ഒരു മാഗ്നിഫയർ വേണം, കുറച്ചും കൂടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടി നമുക്ക് ഒരു മാഗ്നിഫയർ വേണം. ഇവിടെ ദിസ് ലൂപ്പ് മാഗ്നിഫയർ ഈസ് സെറ്റ് ഇറ്റ് സെൽഫ് അപ്പാർട്ട് ഇൻ യുവർ ഐസ് ബിക്കോസ് ഓഫ് ദ ലിറ്റിൽ LED ഓൺ ദി സൈഡ്. അതെന്തായിരിക്കും, ഒരു ലിറ്റിൽ LED ഉണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. Trying to view SMD connections is hard enough. The LED on the side is huge. Help for those who want to inspect the connections very closely for proper solder connection. നമുക്കൊരു കണക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു മാഗ്നിഫയർ വേണം. അപ്പോൾ നമ്മൾ കണ്ണിന് മുൻവശത്തായിട്ട് ഈ മാഗ്നിഫയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ആ കണക്ഷൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു LED കൂടി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ആ മാഗ്നിഫയറിൽ. 90 ഡിഗ്രി ഫോമിംഗ് ടൂൾ. 90 ഡിഗ്രി ഫോമിംഗ് ടൂൾ
ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എന്താണ് പാരലൽ ബ്ലേഡ്സ്. 90 ഡിഗ്രി ഫോമിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഡ് 90 ഡിഗ്രിയിലേക്ക് നമുക്ക് എന്താ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 90 ഡിഗ്രി ഫോമിംഗ് ടൂൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടൂൾ കട്ട് കിക്ക് ഫോമിംഗ്. Special tool that cuts and preform the component wire in one operation. Length setting is carried out by means of a sliding stop. ഒരു ചൂസർ സ്ട്രിപ്പറൊക്കെ ഉപയോഗിക്കുന്ന പോലെ എന്താണ് കട്ട് ചെയ്യാനും അതുപോലെ എന്താണ് ആ കമ്പോണൻറ്റ് വയർ പ്രീഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ലൈഡിങ് സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 90 ഡിഗ്രി SMD ട്വീസർ. 90 ഡിഗ്രി SMD ട്വീസർ. ട്വീസേഴ്സിന് അതിൽ ഒരുപാട് വരുന്നുണ്ട്. പാരലൽ ബ്ലേഡ്സ് ഐഡിയൽ ടു ലിഫ്റ്റ് ആൻഡ് അലൈൻ ചിപ്സ്. ഓൾസോ വൈൻഡിങ് കോയിൽസ് ആൻഡ് ഹെയർ സ്പ്രിങ്സ്. ഇവിടെ 90 ഡിഗ്രി SMD ട്വീസർ എന്ന് പറയുന്നത് രണ്ട് പാരലൽ ബ്ലേഡ് വരുന്നതാണ്. അത് തന്നെ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് കമ്പോണൻറ്റ് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ അത് കറക്റ്റ് പൊസിഷനിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ എന്താണ് വൈൻഡിങ്, കോയിൽ വൈൻഡിങ്ങിനും അതുപോലെ ഹെയർ സ്പ്രിങ്സ് അതിലുണ്ടാകുന്ന ചെറിയ വൈൻഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് കർവ്ഡ് ട്വീസർ. ഒരു സാധാരണ ട്വീസറിനല്ലാതെ അതിൻ്റെ എഡ്ജ് എന്ത് ചെയ്യും, കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. കർവ്ഡ് അല്ലെങ്കിൽ ഈഗിൾ ടൈപ്പ് ട്വീസർ ഫോർ ജനറൽ അസംബ്ലി പെർമിറ്റ്സ് a string hand or bench fine points. ഇവിടെ കർവ്ഡ് ട്വീസർ ജനറൽ അസംബ്ലിക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കും, ജനറൽ അസംബ്ലിക്ക് ഉപയോഗിക്കും. അതുപോലെ പെർമിറ്റ്സ് റസ്റ്റിംഗ് ഹാൻഡ് ഓൺ ബെഞ്ച്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ബെഞ്ചിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പോയിൻറ്റ്സ് ഫൈൻ പോയിൻറ്റ്സ് ആയിരിക്കും, അല്ലെ ഫൈൻ പോയിൻറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് റിവേഴ്സ് ആക്ഷൻ ട്വീസേഴ്സ് ഗ്രിപ്സ് ആൻഡ് ഹോൾ പാർട്സ് വിത്ത് ലെസ് PLCC സോക്കറ്റ് എക്സ്ട്രാക്ഷൻ ടൂൾ. പ്രഷർ ദാൻ ട്രഡീഷണൽ ട്വീസേഴ്സ്. സാധാരണ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ട്വീസേഴ്സിനേക്കാളും എന്തുണ്ടായിരിക്കും, അവിടെ പ്രഷർ നമുക്ക് ഉപയോഗിക്കാം. അതാണ് റിവേഴ്സ് ആക്ഷൻ ട്വീസർ എന്ന് പറയുന്നത്. ഒക്കെ ഗ്രിപ്പ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പാരലൽ പാഡിൽ ട്വീസർ. സ്മൂത്ത് flat angled parallel paddle tweezer, great at gripping and lifting ICs and small parts. ഇതും ട്വീസർ തന്നെയാണ്, പക്ഷെ അതിൻ്റെ എഡ്ജിൽ വരുന്ന ഒരു വ്യത്യാസം അല്ലേ. സ്മൂത്താണ്, അതുപോലെ ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ വരുന്നത് ഗ്രിപ്പിങ്ങിനും അതുപോലെ തന്നെ ലിഫ്റ്റിങ്ങിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ചെറിയ ചെറിയ പാർട്സ് ലിഫ്റ്റിങ്ങിനും ഗ്രിപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് റൗണ്ടഡ് പോയിൻറ്റ് ട്വീസർ. റൗണ്ടഡ് പോയിൻറ്റ് ട്വീസർ എന്ന് പറഞ്ഞാൽ റൗണ്ട് പോയിൻറ്റ്സ് പ്രിവെൻറ്റ്സ് സ്ക്രാച്ച് ടു ഡെലിക്കേറ്റ് പാർട്സ് സിലിക്കൺ ക്രിസ്റ്റൽ ആൻഡ് ജെർമേനിയം വാട്ടർ ചിപ്സ്. എന്താണ് സ്ക്രാച്ചസ് ഇല്ലാതിരിക്കും. അതുപോലെ എന്താണ് സിലിക്കൺ ക്രിസ്റ്റൽ, ജെർമേനിയം വാട്ടർ ചിപ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്ക്രാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റൗണ്ടഡ് പോയിൻറ്റ് ട്വീസേഴ്സ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് SMD probers and spudgers. Align, straighten chip leads or test solder joint. ആ തന്നിരിക്കുന്ന ഫിഗറിൽ കാണുന്നതാണ് SMD probers ആൻഡ് spudgers എന്ന് പറയുന്നത്. അതിന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ചിപ്പിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ചിപ്പ് ലീഡ്സ് സ്ട്രൈറ്റൻ ചെയ്യാൻ, അതുപോലെ തന്നെ എന്താണ് അവിടെ ഉണ്ടാകുന്ന സോൾഡർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് integrated circuit IC extractor J leaded PLCC socket connector and PGA extractor. Removes ICs PGAs through hole connectors after desoldering easily and quickly. Compression steel spring with insulated cushioned grips permits single-handed squeezing the hooks up underneath the device for simple lifting up and out of the PC board. ഇവിടെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ട്വീസറാണ് നമ്മൾ പറയുന്ന എക്സ്ട്രാക്ടർ ജെ ലീഡഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന്
ബെൻഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. വൺ ഹാൻഡ് ഓപ്പറേഷൻ നടക്കും. എന്താണ് അത് സ്ക്വീസ് ചെയ്യാനൊക്കെ, അതായത് വലിച്ചെടുക്കാൻ, പി സി ബി അത് വലിച്ചെടുക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കുന്നതാണ് എന്ത് ഫിഗറിൽ നോക്കിയാൽ വ്യക്തത മനസ്സിലാവിൻ്റെ ഇൻസുലേറ്റഡ് ആണ്. മറ്റൊന്നും നമ്മൾ ഇൻസുലേറ്റഡ് അല്ല പറയുന്നത്, പക്ഷേ ഇവിടെ എന്താണ് ഇൻസുലേറ്റഡ് ആണ്. എൻ്റെ ബോഡി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താണ് അതിൻ്റെ ലീഡ്സ് രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്തിട്ടാണ്. ഇനി PLCC സോക്കറ്റ് എക്സ്ട്രാക്ഷൻ ടൂൾ. EST safe works with all JLEDed SOJ or PLCC SMD packages and PLC's socket. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് EST സേഫ് വർക്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കും. ദിസ് ഹെൽപ്ഫുൾ യൂണിവേഴ്സൽ ടൂൾ റിമൂവ്സ് PLCC chips and socket with as few as 18 lead pins up to 124 pins. അതായത് ഈ യൂണിവേഴ്സൽ ടൂൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, PLC ചിപ്പിനെ സോക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു IC നമ്മൾ അതിൻ്റെ സോക്കറ്റിൽ വയ്ക്കില്ല, IC സോക്കറ്റിൽ വയ്ക്കും, അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. 18 ലീഡ് മുതൽ അപ് ടു 124 ലീഡ് വരെയുള്ള എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സ്പ്രിംഗ് ലോഡഡ് ആൻഡ് സെൽഫ് ഓപ്പണിങ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ലോഡഡ് ആണ്, അതുപോലെ തന്നെ എന്താണ് സെൽഫ് ഓപ്പണിംഗ് ആണ്, സ്വയം എന്താണ് ഓപ്പണിംഗ് കണ്ട്. The tool reduces hand fatigue and permits single hand operation. ഇവിടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, സിംഗിൾ ഹാൻഡ് ഓപ്പറേഷൻ. അതായത് നമ്മൾ ഒരൊറ്റ കൈകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ഇൻസേർട്ട് ദ ഹൂക്സ് ഇൻ ടു ദി കോർണർ ആൻഡ് ലിഫ്റ്റ്. ഇങ്ങനെ ഇൻസേർട്ട് ദ ഹൂക്സ് ഇൻ ടു ദി കോർണർ ആൻഡ് ലിഫ്റ്റ്. അതിൻ്റെ കോർണറിലേക്ക് നമുക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടെ ലീഡ് അല്ലെങ്കിൽ പിൻ ഡാമേജ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് പിൻ ഡാമേജ്, പിന്നെ അല്ലെങ്കിൽ ലീഡ് ഡാമേജ് വരും. ആ ഡാമേജൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ഉപയോഗിച്ച് കഴിയും, PLCC സോക്കറ്റ് എക്സ്ട്രാക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി മൈക്രോ ഷീയേഴ്സ്, ഫ്ലഷ് കട്ടേഴ്സ് ആൻഡ് പ്ലെയേഴ്സ്. മൈക്രോ ഷീയേഴ്സ്, ഫ്ലഷ് കട്ടേഴ്സ് ആൻഡ് പ്ലെയേഴ്സ്. ഇവിടെ വരുന്ന കട്ടേഴ്സ് അല്ലേ, അതൊക്കെ കട്ട് ചെയ്യാം, നമുക്ക് ലീഡൊക്കെ കട്ട് ചെയ്യണം, അതൊക്കെ ചെയ്യണമെങ്കിൽ വരുന്ന ടൂൾസാണ് ഇനി പറയുന്നത്. കട്ട്സ് കേബിൾ ആൻഡ് വയർ ടൈസ് വിത്ത് 20 ഡിഗ്രി ഹെഡ് ആംഗിൾ. ഇത് ഉപയോഗിക്കുന്നത് എന്താണ്, കേബിളും അതുപോലെ തന്നെ വയേഴ്സൊക്കെ അതിൻ്റെ ആംഗിൾ 20 ഡിഗ്രി ഹെഡ് ആംഗിൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഫിഗറിൽ നോക്കിയാൽ കണ്ടുപരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെയാണ്. ഷോർട്ട് സ്നബ് നോസ് പ്ലെയർ, ഷോർട്ട് സ്നബ് നോസ് പ്ലെയർ. അതിൻ്റെ ആ ജോസ് നോക്കിയാൽ അറിയാം എന്താണ്, അത് ഷോർട്ട് സ്നബാണ്. ഇവിടെ ലോങ് റീച്ച് നീഡിൽ നോസ് പ്ലെയർ. ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ്, അതിൻ്റെ രണ്ട് എഡ്ജും നല്ല ലോങ് ആണ്, അതുപോലെ നീഡിൽ എഡ്ജാണ്. അതായത് നീഡിൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് എഡ്ജാണ്. ഫിഗറിൽ നോക്കിയാൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. നെക്സ്റ്റ് ഷിയേഴ്സ് PCB ചിപ്പ് ലീഡ്സ് ആൻഡ് വയർ ടു 20A WG കേബിൾസ് ആൻഡ് വയർ ടൈസ്. ഇത് ഉപയോഗിക്കുന്നത് ചിപ്പ് ലീഡ്സ് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. വയർ കേബിൾ, വയർ ടൈ കട്ടേഴ്സ് അതിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഷിയേഴ്സ് PCB ചിപ്പ് ലീഡ്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഗ്രിപ്പ് ആൻഡ് ഹോൾഡ് വൈൽ ടെസ്റ്റിംഗ് ഓർ ടഗ്ഗിങ്, ഗുഡ് ഫോർ വയർ ഫോമിങ്. മറ്റൊരു എക്യുപ്മെൻ്റാണ് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഷിയറിൽ വരുന്ന അല്ലെങ്കിൽ കട്ടറിൽ വരുന്ന മറ്റൊരു എക്യുപ്മെൻ്റാണ് PCB ലീഡ്സ്, ഫ്ലഷ് കട്ടർ ആൻഡ് ചിപ്പ്. സ്മൂത്ത് ജോസ് സ്റ്റോപ്പ് നിക്കിങ് സ്കോറിങ് ടൈനി വയേഴ്സ് ടു 1 മീ സ്പ്രിംഗ് ലോഡഡ് റിട്ടേൺ. കട്ട് ചെയ്യാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ അതിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് സ്മൂത്ത് ജോസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്, കുറച്ചു സോൾഡിങ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുള്ളത്. കുറച്ചും കൂടി ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ ബാക്കി വരുന്നുണ്ട്, അത് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ മൊത്തം നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്നത് വർക്ക് സ്റ്റേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു SMD കമ്പോണൻറ്റ് സോൾഡർ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റേഷൻ, അതായത് ഹീറ്റ് കൺട്രോൾഡ് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്, അതുപോലെ തന്നെയാണ് എന്ത് ഹോട്ട് എയർ ഗൺ അങ്ങനെ വരുന്നതാണ് വർക്ക് സ്റ്റേഷൻ.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു SMDയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറയുന്ന ഈ കമ്പണൻസ് ഇതെല്ലാം എന്തായിരിക്കും, നമ്മൾ ഒരു ESD പ്രൊട്ടക്റ്റഡ് ഡിവൈസസ് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന എന്താണ് ഇതാണ് ടൂൾസാണ്. ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം, എങ്ങനെ നമുക്കത് ബെൻഡ് ചെയ്യാം. വളരെ ചെറുതാകുമ്പോൾ നമുക്ക് ബെൻഡ് ചെയ്യാൻ എന്താണ് വളരെ നല്ല കറക്റ്റായുള്ള എക്യുപ്മെൻ്റ് തന്നെ വേണം കട്ട് ചെയ്യുന്നെങ്കിലും അതുപോലെ ബെൻഡ് ചെയ്യെങ്കിലും അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം എത്രയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ പ്രിസിഷനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. എന്നാലും എന്ത് ചെയ്യുള്ളൂ, നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് വളരെ കുറഞ്ഞതാകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡാമേജ് വരും. വളരെ സൈസ് കുറഞ്ഞ കമ്പോണൻസ് ആകുമ്പോൾ പെട്ടെന്ന് ഡാമേജ് വരും. അപ്പോൾ നമുക്കത് എന്താണ് കൂടുതൽ കമ്പോണൻസ് ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ കമ്പോണൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അത് എക്സ്പെൻസീവായി മാറും. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൂൾസ് ആയിരിക്കണം എന്ത് ഈ SMD കമ്പോണൻസ് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട്, കുറച്ചും കൂടി കമ്പോണൻസ് എക്യുപ്മെൻസിനെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ സോൾഡറിങ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ വേറെ ഡീസോൾഡിങ് പമ്പ് കുറേ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ടത് വായിച്ച് നോക്കിയിട്ട് കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ കണ്ടതിന് താങ്ക് യു.